2 പതിറ്റാണ്ട് മുൻപ് CPIM പിടിച്ചടക്കിയ ഇടുക്കി ദേവികുളം മണ്ഡലം ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. സ്ഥാനാർത്ഥി മോഹവുമായി 1/2 ഡസനോളം ആളുകൾ രംഗത്തുണ്ട്. ദേവികുളത്തെ ചുവപ്പിച്ച S. രാജേന്ദ്രനെയും നിലവിലെ MLA A. രാജയെയും നേരിടാൻ പുതുമുഖങ്ങളെയാകും കോൺഗ്രസ് പരീക്ഷിക്കുക. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന F. രാജയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിൽ മുൻപിൽ. തദ്ദേശ ജനപ്രതിനിധിയായ പരിചയമാണ് F. രാജയ്ക്ക് നേട്ടം. തോട്ടം തൊഴിലാളികൾക്കിടയിലും കർഷകർക്കിടയിലും ഒരേപോലെ സ്വാധീനമുണ്ടെന്നും വിലയിരുത്തൽ. സമാന പരിഗണന M. മുത്തുരാജിനുമുണ്ട്. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലെ മികവാണ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AICCയുടെ അവസാന പട്ടികയിൽ വരെ ഇടം പിടിക്കുകയും ചെയ്തു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൃഷ്ണമൂർത്തിയും സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിലുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFന് ആര് ത്രികോണ മത്സരം നടന്നാലും UDFന്റെ ഏത് സ്ഥാനാർത്ഥിയായാലും 100% വിജയിക്കും. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ UDFന് ഒരു പ്രതിനിധി ദേവികുളത്തുനിന്നും ഉണ്ടാവും. കഴിഞ്ഞ തവണ A. രാജയോട് പരാജയപ്പെട്ട D. കുമാറും സ്ഥാനാർത്ഥിയാകാൻ താൽപര്യമറിയിച്ചു. മുൻ ദേവികുളം MLAയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK മണിയും മത്സര സന്നദ്ധത അറിയിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം തന്നെയാണ് ദേവികുളത്തും UDFന് ആത്മവിശ്വാസം കൂട്ടുന്നത്. 9 പഞ്ചായത്തിൽ 6ഉം UDFനാണ്. 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 2ഉം പിടിച്ചെടുത്തു. നിലവിലെ ദേവികുളം MLA A. രാജ തന്നെ LDF സ്ഥാനാർത്ഥിയായേക്കും. CPIM നേതാവായിരുന്ന S. രാജ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.